കേരളത്തിലെ ജനകീയ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട വീഡിയോയാണിത്. ആദ്യമായി അഞ്ചുതെങ്ങ് കലാപം. ആദ്യത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ്? ഉത്തരം അഞ്ചുതെങ്ങ് കലാപം. ഉത്തരം അഞ്ചുതെങ്ങ് കലാപം. അടുത്ത ചോദ്യം, അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർ കോട്ട പണിതത് ഏത് വർഷം? അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർ കോട്ട പണിതത് ഏത് വർഷം? ഉത്തരം 1695. ഉത്തരം 1695. അടുത്ത ചോദ്യം, അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് ഏത് ഭരണാധികാരിയാണ്? അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് ഏത് ഭരണാധികാരി? ഉത്തരം ആറ്റിങ്ങൽ റാണിയായ ഉമയമ്മ റാണി. ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണി. അടുത്ത ചോദ്യം, അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം? അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. 1697. അടുത്ത ചോദ്യം, അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല? അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം തിരുവനന്തപുരം. ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ഉത്തരം ആറ്റിങ്ങൽ കലാപം. ഉത്തരം ആറ്റിങ്ങൽ കലാപം. അടുത്ത ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്ന തീയതി? ആറ്റിങ്ങൽ കലാപം നടന്ന തീയതി? ഉത്തരം 1721 ഏപ്രിൽ 15. 1721 ഏപ്രിൽ 15. അടുത്ത ചോദ്യം, ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആരായിരുന്നു? ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ആദിത്യവർമ്മ. ഉത്തരം ആദിത്യവർമ്മ. അടുത്ത ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ ആറ്റിങ്ങൽ റാണി ആരായിരുന്നു? ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ ആറ്റിങ്ങൽ റാണി ആരായിരുന്നു? ഉത്തരം ഉമയമ്മ റാണി. ഉത്തരം ഉമയമ്മ റാണി. അടുത്ത ചോദ്യം, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം ഗിഫോർഡ്. ഉത്തരം ഗിഫോർഡ്. അടുത്ത ചോദ്യം, ആറ്റിങ്ങൽ കലാപശേഷം വേണാട് ഉടമ്പടി ഒപ്പിട്ടത് ഏത് വർഷം? ആറ്റിങ്ങൽ കലാപശേഷം വേണാട് ഉടമ്പടി ഒപ്പിട്ടത് ഏത് വർഷം? ഉത്തരം 1723. 1723. അടുത്ത ചോദ്യം, വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഉത്തരം വേണാടിനു വേണ്ടി മാർത്താണ്ഡവർമ്മയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അലക്സാണ്ടർ ഓമും. വേണാടിനു വേണ്ടി മാർത്താണ്ഡവർമ്മയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അലക്സാണ്ടർ ഓമും. അടുത്ത ചോദ്യം, വേണാട് ഉടമ്പടിയിൽ ഏത് പേരിലാണ് മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ചത്? വേണാട് ഉടമ്പടിയിൽ ഏത് പേരിലാണ് മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ചത്? ഉത്തരം നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ. അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ഉത്തരം തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും പോർച്ചുഗീസുകാരും തമ്മിൽ. തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും പോർച്ചുഗീസുകാരും തമ്മിൽ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം? കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം ഏതാണ്? ഉത്തരം കുളച്ചൽ യുദ്ധം. ഉത്തരം കുളച്ചൽ യുദ്ധം. അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1741. 1741. അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട പോർച്ചുഗീസ് കമാൻഡർ ആരാണ്? കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട പോർച്ചുഗീസ് കമാൻഡർ ആരാണ്? ഉത്തരം ഡിലനോയി.
ഉത്തരം ഡിലനോയ്. അടുത്ത ചോദ്യം, വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഉത്തരം ഡിലനോയ്. വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഡിലനോയ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപനാകുന്ന ആദ്യ വിദേശി ആരാണ്? തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപനാകുന്ന ആദ്യ വിദേശി ആരാണ്? ഉത്തരം ഡിലനോയ്. ഡിലനോയിയാണ് തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപനാകുന്ന ആദ്യ വിദേശി. അടുത്ത ചോദ്യം, ഡിലനോയിയോടൊപ്പം കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട സേനാനായകൻ ആരാണ്? ഡിലനോയിയോടൊപ്പം കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട സേനാനായകൻ ആരാണ്? ഉത്തരം സോനാഡി. ഉത്തരം സോനാഡി. അടുത്ത ചോദ്യം, ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കന്യാകുമാരിക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിൽ. കന്യാകുമാരിക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിൽ. അടുത്ത ചോദ്യം, കുളച്ചൽ ഇപ്പോൾ എവിടെയാണ്? കുളച്ചൽ ഇപ്പോൾ എവിടെയാണ്? ഉത്തരം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ. അടുത്ത ചോദ്യം, ഉദയംപേരൂർ സുനഹദോസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉദയംപേരൂർ സുനഹദോസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂർ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സുനഹദോസ്. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സുനഹദോസ്. അടുത്ത ചോദ്യം, ഉദയംപേരൂർ സുനഹദോസ് നടന്ന വർഷം ഏതാണ്? ഉദയംപേരൂർ സുനഹദോസ് നടന്ന വർഷം? ഉത്തരം 1599. 1599. അടുത്ത ചോദ്യം, ഉദയംപേരൂർ സുനഹദോസിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഉദയംപേരൂർ സുനഹദോസിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഉത്തരം ഗോവൻ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിസ് ഡി മെനസിസ്. ഗോവൻ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിസ് ഡി മെനസിസ്. അടുത്ത ചോദ്യം, ഉദയംപേരൂർ സുനഹദോസിൽ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം എത്ര? ഉദയംപേരൂർ സുനഹദോസിൽ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം എത്ര? ഉത്തരം 813. 813. ഇതിൽ 133 കത്തനാർമാരും 20 ഡീക്കന്മാരും 660 പേർ ഓരോ ഇടവകയെയും പ്രതിനിധാനം ചെയ്തു വന്ന സാധാരണക്കാരുമായിരുന്നു. 813 പേർ പങ്കെടുത്തതിൽ 133 കത്തനാർമാരും 20 ഡീക്കന്മാരും 660 പേർ ഓരോ ഇടവകയെയും പ്രതിനിധാനം ചെയ്തു വന്ന സാധാരണക്കാരുമായിരുന്നു. അടുത്ത ചോദ്യം, കൂനൻ കുരിശു സത്യം നടന്ന തീയതി എന്നാണ്? കൂനൻ കുരിശു സത്യം നടന്ന തീയതി എന്നാണ്? ഉത്തരം 1653 ജനുവരി 3. 1653 ജനുവരി 3. അടുത്ത ചോദ്യം, പഴശ്ശി രാജ ഏത് രാജവംശത്തിലെ രാജാവാണ്? പഴശ്ശി രാജ ഏത് രാജവംശത്തിലെ രാജാവാണ്? ഉത്തരം മലബാറിലെ കോട്ടയം രാജവംശത്തിലെ. മലബാറിലെ കോട്ടയം രാജവംശത്തിലെ. അടുത്ത ചോദ്യം, ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏത്? ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏത്? ഉത്തരം 1793 മുതൽ 1797 വരെ. 1793 മുതൽ 1797 വരെ. അടുത്ത ചോദ്യം, ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ്? ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ്? ഉത്തരം കണ്ണൂരിലെ പുരളിമല. കണ്ണൂരിലെ പുരളിമല. അടുത്ത ചോദ്യം, രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം? ഉത്തരം 1800 മുതൽ 1805 വരെ. 1800 മുതൽ 1805 വരെ. അടുത്ത ചോദ്യം, പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്താൻ നിയമിതനായ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണ്?
പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്താൻ നിയമിതനായ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണ്? ഉത്തരം ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി. അടുത്ത ചോദ്യം, പഴശ്ശി കലാപത്തെ അടിച്ചമർത്താൻ 1200 പേരടങ്ങുന്ന ഒരു സംഘത്തെ ആർതർ വെല്ലസ്ലി രൂപീകരിച്ചു. ഇവരുടെ പേരെന്താണ്? പഴശ്ശി കലാപത്തെ അടിച്ചമർത്താൻ 1200 പേരടങ്ങുന്ന ഒരു സംഘത്തെ ആർതർ വെല്ലസ്ലി രൂപീകരിച്ചു. ഇവരുടെ പേരെന്താണ്? ഉത്തരം കോൽക്കാർ. ഉത്തരം കോൽക്കാർ. അടുത്ത ചോദ്യം, രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? ഉത്തരം തലയ്ക്കൽ ചന്തു. ഉത്തരം തലയ്ക്കൽ ചന്തു. അടുത്ത ചോദ്യം, രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു? രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു? ഉത്തരം തോമസ് ഹാർവേ ബാബർ. തോമസ് ഹാർവേ ബാബർ. അടുത്ത ചോദ്യം, പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച തീയതി എന്നാണ്? പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച തീയതി എന്നാണ്? ഉത്തരം 1805 നവംബർ 30. 1805 നവംബർ 30. അടുത്ത ചോദ്യം, പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച സ്ഥലം എവിടെയാണ്? പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച സ്ഥലം എവിടെയാണ്? ഉത്തരം വയനാട് ജില്ലയിലെ മാനന്തവാടിയിലുള്ള മാവിലാന്തോട്. വയനാട് ജില്ലയിലെ മാനന്തവാടിയിലുള്ള മാവിലാന്തോട്. അടുത്ത ചോദ്യം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സർദാർ KM പണിക്കർ. ഉത്തരം സർദാർ KM പണിക്കർ. അടുത്ത ചോദ്യം, പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആര്? പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം KKN കുറുപ്പ്. ഉത്തരം KKN കുറുപ്പ്. അടുത്ത ചോദ്യം, തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം വയനാട് ജില്ലയിലെ പനമരം. വയനാട് ജില്ലയിലെ പനമരം. അടുത്ത ചോദ്യം, പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം വയനാട് ജില്ലയിലെ മാനന്തവാടി. വയനാട് ജില്ലയിലെ മാനന്തവാടി. വയനാട് ജില്ലയിലെ മാനന്തവാടി. പഴശ്ശി മ്യൂസിയം കോഴിക്കോടും പഴശ്ശി ഡാം കണ്ണൂരുമാണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടും പഴശ്ശി ഡാം കണ്ണൂരുമാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പൈച്ചി രാജയെന്നും കൊട്ടിയോട്ട് രാജയെന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവ് ആര്? പൈച്ചി രാജയെന്നും കൊട്ടിയോട്ട് രാജയെന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവ് ആര്? ഉത്തരം പഴശ്ശിരാജ. ഉത്തരം പഴശ്ശിരാജ. അടുത്ത ചോദ്യം, പുരളിശെമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരി? പുരളിശെമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരി? ഉത്തരം പഴശ്ശിരാജാവ്. ഉത്തരം പഴശ്ശിരാജാവ്. അടുത്ത ചോദ്യം, ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കാൻ മധ്യസ്ഥത വഹിച്ചത് ആര്? ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കാൻ മധ്യസ്ഥത വഹിച്ചത് ആര്? ഉത്തരം ചിറക്കൽ രാജാവ്. ഉത്തരം ചിറക്കൽ രാജാവ്. അടുത്ത ചോദ്യം, രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുള്ള കാരണം എന്താണ്? രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുള്ള കാരണം എന്താണ്? ഉത്തരം ബ്രിട്ടീഷുകാർ വയനാടിന്റെ അധികാരം ഏറ്റെടുത്തത്. ബ്രിട്ടീഷുകാർ വയനാടിന്റെ അധികാരം ഏറ്റെടുത്തത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്ക് എതിരായ യുദ്ധത്തിൽ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങൾ ഏതൊക്കെ? ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധത്തിൽ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങൾ ഏതൊക്കെ? ഉത്തരം കുറിച്യരും കുറുമ്പരും. കുറിച്യരും കുറുമ്പരും. അടുത്ത ചോദ്യം, കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ഉത്തരം ഹരിഹരൻ. ഉത്തരം ഹരിഹരൻ. അടുത്ത ചോദ്യം, കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? ഉത്തരം വേലുത്തമ്പി ദളവ. ഉത്തരം വേലുത്തമ്പി ദളവ.
അടുത്ത ചോദ്യം, വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേരെന്താണ്? വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേരെന്താണ്? ഉത്തരം വേലായുധൻ ചെമ്പകരാമൻ പിള്ള. വേലായുധൻ ചെമ്പകരാമൻ പിള്ള. അടുത്ത ചോദ്യം, കുണ്ടറ വിളംബരം നടന്ന തീയതി ഏതാണ്? കുണ്ടറ വിളംബരം നടന്ന തീയതി. ഉത്തരം 1809 ജനുവരി 11. 1809 ജനുവരി 11. അടുത്ത ചോദ്യം, കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം എവിടെയാണ്? കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം. ഉത്തരം കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്ര പരിസരം. കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്ര പരിസരം. അടുത്ത ചോദ്യം, കുണ്ടറ വിളംബര സമയത്തെ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റ് ആരായിരുന്നു? കുണ്ടറ വിളംബര സമയത്തെ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റ് ആരായിരുന്നു? ഉത്തരം കേണൽ കോളിൻ മെക്കാളെ. കേണൽ കോളിൻ മെക്കാളെ. അടുത്ത ചോദ്യം, വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലെ ഏതു രാജാവിന്റെ ദിവാനായിരുന്നു? വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലെ ഏതു രാജാവിന്റെ ദിവാനായിരുന്നു? ഉത്തരം അവിട്ടം തിരുനാൾ രാമവർമ്മയുടെ. അവിട്ടം തിരുനാൾ രാമവർമ്മയുടെ. അടുത്ത ചോദ്യം, വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം എവിടെയാണ്? വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം എവിടെയാണ്? ഉത്തരം പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി. അടുത്ത ചോദ്യം, വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത തീയതി. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത തീയതി 1809 മാർച്ച് 29. 1809 മാർച്ച് 29. അടുത്ത ചോദ്യം, വേലുത്തമ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേലുത്തമ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി. അടുത്ത ചോദ്യം, ജനമധ്യേ നീതിന്യായങ്ങൾ നടപ്പാക്കുവാൻ സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ചത് ആരാണ്? ജനമധ്യേ നീതിന്യായങ്ങൾ നടപ്പാക്കുവാൻ സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം വേലുത്തമ്പി ദളവ. ഉത്തരം വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പിയെ സഹായിച്ച കൊച്ചിയിലെ ദിവാൻ ആരാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പിയെ സഹായിച്ച കൊച്ചിയിലെ ദിവാൻ ആരാണ്? ഉത്തരം പാലിയത്തച്ഛൻ. ഉത്തരം പാലിയത്തച്ഛൻ. അടുത്ത ചോദ്യം, പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ എവിടേക്കാണ് നാടുകടത്തിയത്? പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ എവിടേക്കാണ് നാടുകടത്തിയത്? ഉത്തരം മദ്രാസിലേക്ക്. ഉത്തരം മദ്രാസിലേക്ക്. അടുത്ത ചോദ്യം, വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായത് ആരാണ്? വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായത് ആരാണ്? ഉത്തരം ഉമ്മിണിത്തമ്പി. ഉത്തരം ഉമ്മിണിത്തമ്പി. അടുത്ത ചോദ്യം, വേലുത്തമ്പി ദളവയുടെ ബന്ധുക്കളെ എവിടേക്കാണ് നാടുകടത്തിയത്? വേലുത്തമ്പി ദളവയുടെ ബന്ധുക്കളെ എവിടേക്കാണ് നാടുകടത്തിയത്? ഉത്തരം മാലിദ്വീപിലേക്ക്. ഉത്തരം മാലിദ്വീപിലേക്ക്. അടുത്ത ചോദ്യം, സെക്രട്ടേറിയറ്റിനു മുന്നിലുള്ള പൂർണ്ണകായ പ്രതിമ ആരുടേതാണ്? സെക്രട്ടേറിയറ്റിനു മുന്നിലുള്ള പൂർണ്ണകായ പ്രതിമ ആരുടേതാണ്? ഉത്തരം വേലുത്തമ്പി ദളവയുടേത്. വേലുത്തമ്പി ദളവയുടേത്. അടുത്ത ചോദ്യം, വേലുത്തമ്പി ദളവയുടെ വാൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? വേലുത്തമ്പി ദളവയുടെ വാൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഉത്തരം തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിൽ. തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിൽ. അടുത്ത ചോദ്യം, വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ എവിടെയാണ് പ്രദർശിപ്പിച്ചത്? വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ എവിടെയാണ് പ്രദർശിപ്പിച്ചത്? ഉത്തരം കണ്ണമൂലയിൽ. ഉത്തരം കണ്ണമൂലയിൽ. കുറിച്യർ ലഹള നടന്ന വർഷം ഏതാണ്? കുറിച്യർ ലഹള നടന്ന വർഷം 1812. കുറിച്യർ ലഹള നടന്ന വർഷം 1812. അടുത്ത ചോദ്യം, കുറിച്യർ ലഹളയ്ക്ക് കാരണമായ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? കുറിച്യർ ലഹളയ്ക്ക് കാരണമായ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം തോമസ് വാർഡൻ. ഉത്തരം തോമസ് വാർഡൻ. അടുത്ത ചോദ്യം, കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം എന്തായിരുന്നു?
ഉത്തരം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം. അടുത്ത ചോദ്യം, കുറിച്യർ ലഹളയുടെ നേതാവ് ആരാണ്? കുറിച്യർ ലഹളയുടെ നേതാവ് ആരാണ്? ഉത്തരം രാമൻ നമ്പി. ഉത്തരം രാമൻ നമ്പി. അടുത്ത ചോദ്യം, കുറിച്യർ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത് എന്നാണ്? കുറിച്യർ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയ തീയതി 1812 മെയ് 8. 1812 മെയ് 8. അടുത്ത ചോദ്യം, ചാന്നാർ ലഹള നടന്ന വർഷം? ചാന്നാർ ലഹള നടന്ന വർഷം 1859. ചാന്നാർ ലഹള നടന്ന വർഷം 1859. അടുത്ത ചോദ്യം, മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏത് ലഹളയാണ്? മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏത് ലഹളയാണ്? ഉത്തരം ചാന്നാർ ലഹള. ഉത്തരം ചാന്നാർ ലഹള. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായി അറിയപ്പെടുന്നത് ഏത് ലഹള? കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായി അറിയപ്പെടുന്നത് ഏത് ലഹളയാണ്? ഉത്തരം ചാന്നാർ ലഹള. ചാന്നാർ ലഹള. അടുത്ത ചോദ്യം, ചാന്നാർ ലഹളയ്ക്ക് ആദ്യകാലത്ത് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചാന്നാർ ലഹളയ്ക്ക് ആദ്യകാലത്ത് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം വൈകുണ്ഠസ്വാമികൾ. ഉത്തരം വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം, എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ തീയതി എന്നാണ്? എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ തീയതി എന്നാണ്? ഉത്തരം 1859 ജൂലൈ 26. 1859 ജൂലൈ 26. അടുത്ത ചോദ്യം, എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മാറുമറയ്ക്കാൻ അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവ്? എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മാറുമറയ്ക്കാൻ അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവ്? ഉത്തരം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അടുത്ത ചോദ്യം, ആരുടെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ രാജാവ് മാറുമറയ്ക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ രാജാവ് മാറുമറയ്ക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്? ഉത്തരം മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരം. മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരം. അടുത്ത ചോദ്യം, പണ്ടാരപ്പട്ട വിളംബരം നടന്ന വർഷം ഏതാണ്? പണ്ടാരപ്പട്ട വിളംബരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1865. ഉത്തരം 1865. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ്? തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ്? ഉത്തരം ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത്. ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത്. അടുത്ത ചോദ്യം, പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? പണ്ടാരപ്പാട്ട വിളംബരം അനുസരിച്ച് സർക്കാർ വസ്തുക്കളിൽ കുടിയാന് സ്ഥിരാവകാശം ലഭിച്ചു. പണ്ടാരപ്പാട്ട വിളംബര പ്രകാരം സർക്കാർ വസ്തുക്കളിൽ കുടിയാന് സ്ഥിരാവകാശം ലഭിച്ചു. വസ്തു കുടിയാന് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യാം. വസ്തു കുടിയാന് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യാം. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ അഭ്യസ്ത വിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടെ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനം ഏതു പേരിൽ അറിയപ്പെടുന്നു? തിരുവിതാംകൂറിലെ അഭ്യസ്ത വിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടെ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മലയാളി മെമ്മോറിയൽ. ഉത്തരം മലയാളി മെമ്മോറിയൽ. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച തീയതി? മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച തീയതി? ഉത്തരം 1891 ജനുവരി 1.
1891 ജനുവരി 1. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഉത്തരം ബാരിസ്റ്റർ G.P. പിള്ള. ഉത്തരം ബാരിസ്റ്റർ G.P. പിള്ള. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവ്. ഉത്തരം ശ്രീമൂലം തിരുനാൾ. ഉത്തരം ശ്രീമൂലം തിരുനാൾ. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ബാരിസ്റ്റർ G.P. പിള്ള. ഉത്തരം ബാരിസ്റ്റർ G.P. പിള്ള. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ചത് ആരാണ്? മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ചത് ആരാണ്? ഉത്തരം K.P. ശങ്കരമേനോൻ. ഉത്തരം K.P. ശങ്കരമേനോൻ. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലിൽ ആകെ ഒപ്പിട്ടത് എത്ര പേരാണ്? മലയാളി മെമ്മോറിയലിൽ ആകെ ഒപ്പിട്ടത് എത്ര പേരായിരുന്നു? ഉത്തരം 10,028 പേർ. 10,028 പേർ. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പിട്ടത് ആരാണ്? മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പിട്ടത് ആരാണ്? ഉത്തരം ഡോക്ടർ പൽപ്പു. ഉത്തരം ഡോക്ടർ പൽപ്പു. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആരാണ്? മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം C.V. രാമൻ പിള്ള. ഉത്തരം C.V. രാമൻ പിള്ള. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ഉത്തരം ടി രാമറാവു. ഉത്തരം ടി രാമറാവു. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ വിദേശി ആരാണ്? അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ വിദേശി ആരാണ്? ഉത്തരം നോർട്ടൺ. ഉത്തരം നോർട്ടൺ. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലിനെ കുറിച്ച് C.V. രാമൻ പിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം ഏത്? മലയാളി മെമ്മോറിയലിനെ കുറിച്ച് C.V. രാമൻ പിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം ഏത്? ഉത്തരം മിതഭാഷി. ഉത്തരം മിതഭാഷി. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് C.V. രാമൻ പിള്ള രചിച്ച പുസ്തകം ഏത്? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് C.V. രാമൻ പിള്ള രചിച്ച പുസ്തകം ഏത്? ഉത്തരം വിദേശീയ മേധാവിത്വം. ഉത്തരം വിദേശീയ മേധാവിത്വം. അടുത്ത ചോദ്യം, ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ G.P. പിള്ള. ബാരിസ്റ്റർ G.P. പിള്ള. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ വന്ധ്യവയോധികൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? തിരുവിതാംകൂറിലെ വന്ധ്യവയോധികൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം G.P. പിള്ള. ഉത്തരം G.P. പിള്ള. അടുത്ത ചോദ്യം, കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തതും ആദ്യമായി കോൺഗ്രസ് അംഗത്വമെടുത്തതുമായ തിരുവിതാംകൂറുകാരൻ ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തതും ആദ്യമായി കോൺഗ്രസ് അംഗത്വം എടുത്തതുമായ തിരുവിതാംകൂറുകാരൻ? ഉത്തരം G.P. പിള്ള. ഉത്തരം G.P. പിള്ള. അടുത്ത ചോദ്യം, പ്രോ പാട്രിയ എന്ന അപരനാമത്തിൽ തിരുവിതാംകൂർ ഭരണത്തെ വിമർശിച്ചത് ആര്? പ്രോ പാട്രിയ എന്ന അപരനാമത്തിൽ തിരുവിതാംകൂർ ഭരണത്തെ വിമർശിച്ചത് ആര്? ഉത്തരം G.P. പിള്ള. ഉത്തരം G.P. പിള്ള. അടുത്ത ചോദ്യം, ഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി? ഉത്തരം ബാരിസ്റ്റർ G.P. പിള്ള. ഉത്തരം ബാരിസ്റ്റർ G.P. പിള്ള.
അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലിന് സമർപ്പിച്ച നിവേദനം എഴുതി തയ്യാറാക്കിയത് എവിടെ വെച്ചാണ്? മലയാളി മെമ്മോറിയലിന് സമർപ്പിച്ച നിവേദനം എഴുതി തയ്യാറാക്കിയത് എവിടെ വെച്ചാണ്? ഉത്തരം കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ വെച്ച്. കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ വെച്ച്. അടുത്ത ചോദ്യം, ഒരു രാജ്യസ്നേഹി എന്ന പേരിൽ മദ്രാസിൽ നിന്ന് എഡിറ്റോറിയൽ എഴുതിയിരുന്നത് ആര്? ഒരു രാജ്യസ്നേഹി എന്ന പേരിൽ മദ്രാസിൽ നിന്ന് എഡിറ്റോറിയൽ എഴുതിയിരുന്നത് ആര്? ഉത്തരം ജി പി പിള്ള. ഉത്തരം ജി പി പിള്ള. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ സമർപ്പിച്ച നിവേദനം ഏത് പേരിൽ അറിയപ്പെടുന്നു? മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ സമർപ്പിച്ച നിവേദനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം എതിർ മെമ്മോറിയൽ. ഉത്തരം എതിർ മെമ്മോറിയൽ. അടുത്ത ചോദ്യം, എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട തീയതി എന്നാണ്? എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് എന്നാണ്? ഉത്തരം 1891 ജൂൺ 3-ന്. 1891 ജൂൺ 3-ന്. അടുത്ത ചോദ്യം, എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ഉത്തരം ശ്രീമൂലം തിരുനാളിന്. ഉത്തരം ശ്രീമൂലം തിരുനാളിന്. അടുത്ത ചോദ്യം, എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയവർ ആരൊക്കെ? എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയവർ ആരൊക്കെ? ഉത്തരം ഇ രാമയ്യർ, രാമനാഥൻ റാവു. ഉത്തരം ഇ രാമയ്യർ, രാമനാഥൻ റാവു എന്നിവർ. അടുത്ത ചോദ്യം, ഈഴവ മെമ്മോറിയലിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈഴവ മെമ്മോറിയലിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുവാൻ വേണ്ടി. തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുവാൻ വേണ്ടി. അടുത്ത ചോദ്യം, ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച തീയതി. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച തീയതി 1896 സെപ്റ്റംബർ 3. 1896 സെപ്റ്റംബർ 3. അടുത്ത ചോദ്യം, ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഡോക്ടർ പാൽപ്പൂ. ഉത്തരം ഡോക്ടർ പാൽപ്പൂ. അടുത്ത ചോദ്യം, ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്ക്? ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്ക്? ഉത്തരം ശ്രീമൂലം തിരുനാളിന്. ഉത്തരം ശ്രീമൂലം തിരുനാളിന്. അടുത്ത ചോദ്യം, ഈഴവ മെമ്മോറിയലിൽ ആകെ ഒപ്പുവെച്ചത് എത്ര പേരാണ്? ഈഴവ മെമ്മോറിയലിൽ ആകെ ഒപ്പുവെച്ചത് എത്ര പേർ? ഉത്തരം 13,176. 13,176. അടുത്ത ചോദ്യം, ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ഉത്തരം ശങ്കര സുബ്ബയ്യ. ശങ്കര സുബ്ബയ്യ. അടുത്ത ചോദ്യം, രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്ക്? രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്ക്? ഉത്തരം കഴ്സൺ പ്രഭുവിന്. കഴ്സൺ പ്രഭുവിന്. അടുത്ത ചോദ്യം, രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം. ഉത്തരം 1900. ഉത്തരം 1900. സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം. ഉത്തരം വില്ലുവണ്ടി സമരം. ഉത്തരം വില്ലുവണ്ടി സമരം. അടുത്ത ചോദ്യം, വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ഏതാണ്? വില്ലുവണ്ടി സമരം നടത്തിയ വർഷം. ഉത്തരം 1893. വില്ലുവണ്ടി സമരം നടത്തിയ വർഷം 1893. അടുത്ത ചോദ്യം, അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്ന് എവിടേക്കായിരുന്നു? അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്ന് എവിടേക്കായിരുന്നു? ഉത്തരം വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക്. വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക്. അടുത്ത ചോദ്യം, നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം ഏതാണ്? നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം
ഉത്തരം 1912. ഉത്തരം 1912. അടുത്ത ചോദ്യം, അയിത്തജാതിക്കാർക്ക് നെടുമങ്ങാട് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചതിന് ആരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യപ്പെട്ടത്? അയിത്തജാതിക്കാർക്ക് നെടുമങ്ങാട് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചതിനെതിരെ ആരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യപ്പെട്ടത്? ഉത്തരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. അടുത്ത ചോദ്യം, ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹള ഏതാണ്? ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹള ഏതാണ്? ഉത്തരം പുലയ ലഹള. ഉത്തരം പുലയ ലഹള. അടുത്ത ചോദ്യം, പുലയ ലഹള നടന്ന വർഷം ഏതാണ്? പുലയ ലഹള നടന്ന വർഷം ഏതാണ്? ഉത്തരം 1915. ഉത്തരം 1915. അടുത്ത ചോദ്യം, പുലയ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പുലയ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം അയ്യങ്കാളി. ഉത്തരം അയ്യങ്കാളി. അടുത്ത ചോദ്യം, പുലയ ലഹളയ്ക്ക് കാരണം എന്താണ്? പുലയ ലഹളയ്ക്ക് കാരണം. ഉത്തരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പുലയ വിദ്യാർത്ഥികളെ ഊരൂട്ടമ്പലത്തെ സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഉയർന്ന ജാതിക്കാർ തടഞ്ഞത്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പുലയ വിദ്യാർത്ഥികളെ ഊരൂട്ടമ്പലത്തെ സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഉയർന്ന ജാതിക്കാർ തടഞ്ഞത്. അടുത്ത ചോദ്യം, പുലയ ലഹള അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? പുലയ ലഹള അറിയപ്പെടുന്ന മറ്റു പേരുകൾ. ഉത്തരം ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നിങ്ങനെ. ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നിങ്ങനെ. അടുത്ത ചോദ്യം, പുലയ ലഹള 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടാൻ കാരണമെന്ത്? പുലയ ലഹള 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടാൻ കാരണം കൊല്ലവർഷം 1900 നടന്നതിനാലാണ് പുലയ ലഹള 90-ാം ആണ്ട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൊല്ലവർഷം 1900 നടന്നതുകൊണ്ടാണ് പുലയ ലഹള 90-ാം ആണ്ട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പെരിനാട് ലഹള നടന്ന വർഷം ഏതാണ്? പെരിനാട് ലഹള നടന്ന വർഷം ഏതാണ്? ഉത്തരം 1915. 1915. അടുത്ത ചോദ്യം, പെരിനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പെരിനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം അയ്യങ്കാളി. ഉത്തരം അയ്യങ്കാളി. അടുത്ത ചോദ്യം, പെരിനാട് ലഹളയുടെ ലക്ഷ്യം എന്തായിരുന്നു? പെരിനാട് ലഹളയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കുവാനുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരം. വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കുവാനുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരം. അടുത്ത ചോദ്യം, പെരിനാട് ലഹളയുടെ സമരകേന്ദ്രമായ പെരിനാട് ഏത് ജില്ലയിലാണ്? പെരിനാട് ലഹളയുടെ സമരകേന്ദ്രമായ പെരിനാട് ഏത് ജില്ലയിലാണ്? ഉത്തരം കൊല്ലം ജില്ലയിൽ. കൊല്ലം ജില്ലയിൽ. അടുത്ത ചോദ്യം, 1915 ഡിസംബർ 10 പെരിനാട് നടന്ന സർവ്വസമുദായ സമ്മേളനത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷം വഹിച്ചത് ആരായിരുന്നു? 1915 ഡിസംബർ 10 പെരിനാട് നടന്ന സർവ്വസമുദായ സമ്മേളനത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞു. ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് ആരായിരുന്നു? ഉത്തരം ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. അടുത്ത ചോദ്യം, പെരിനാട് ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? പെരിനാട് ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? ഉത്തരം കല്ലുമാല സമരം. ഉത്തരം കല്ലുമാല സമരം. അടുത്ത ചോദ്യം, തളി ക്ഷേത്ര സമരം നടന്ന വർഷം ഏത്? തളി ക്ഷേത്ര സമരം നടന്ന വർഷം. ഉത്തരം 1917. ഉത്തരം 1917. അടുത്ത ചോദ്യം, തളി ക്ഷേത്ര സമരത്തിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെ? തളി ക്ഷേത്ര സമരത്തിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെ? ഉത്തരം സി കൃഷ്ണൻ,
കെ പി കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ എന്നിവർ. സി കൃഷ്ണൻ, കെ പി കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ എന്നിവർ. അടുത്ത ചോദ്യം, തളി ക്ഷേത്ര സമരത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? തളി ക്ഷേത്ര സമരത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഉത്തരം, കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കുമായി തുറന്നുകൊടുക്കുക. കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കുമായി തുറന്നുകൊടുക്കുക. അടുത്ത ചോദ്യം, ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണ്? ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം എന്താണ്? ഉത്തരം, മലബാർ കലാപം. മലബാർ കലാപം. അടുത്ത ചോദ്യം, മലബാർ കലാപം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? മലബാർ കലാപം അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഉത്തരം, പൂക്കോട്ടൂർ യുദ്ധം. ഉത്തരം, പൂക്കോട്ടൂർ യുദ്ധം. അടുത്ത ചോദ്യം, മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ്? മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം? ഉത്തരം, തിരൂരങ്ങാടി. ഉത്തരം, തിരൂരങ്ങാടി. അടുത്ത ചോദ്യം, മലബാർ കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ്? മലബാർ കലാപത്തിന്റെ പ്രധാന കാരണം? ഉത്തരം, പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന വടക്കേവീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന വടക്കേവീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അടുത്ത ചോദ്യം, മലബാർ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെ? മലബാർ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെ? ഉത്തരം, വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരംപുത്തൂർ സീതി കോയ തങ്ങൾ, ആലി മുസലിയാർ എന്നിവർ. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരംപുത്തൂർ സീതി കോയ തങ്ങൾ, ആലി മുസലിയാർ എന്നിവർ. അടുത്ത ചോദ്യം, മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആരെ? മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആര്? ഉത്തരം, ആലി മുസലിയാർ. ഉത്തരം, ആലി മുസലിയാർ. അടുത്ത ചോദ്യം, മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിത. മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിത. ഉത്തരം, കമ്മത്ത് ചിന്നമ്മ. കമ്മത്ത് ചിന്നമ്മ. അടുത്ത ചോദ്യം, മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് ടി എൽ സ്ട്രെയിഞ്ച്. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് ടി എൽ സ്ട്രെയിഞ്ച്. അടുത്ത ചോദ്യം, മലബാർ മാന്വൽ എന്ന കൃതി രചിച്ചത് വില്യം ലോഗൻ. മലബാർ മാന്വൽ എന്ന കൃതി രചിച്ചത് വില്യം ലോഗൻ. അടുത്ത ചോദ്യം, മലബാർ കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ. മലബാർ കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ. അടുത്ത ചോദ്യം, മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ഏത്? മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ഏത്? ഉത്തരം, ദുരവസ്ഥ. ഉത്തരം, ദുരവസ്ഥ. അടുത്ത ചോദ്യം, മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച കൃതി ഏത്? മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച കൃതി? ഉത്തരം, സുന്ദരികളും സുന്ദരന്മാരും. സുന്ദരികളും സുന്ദരന്മാരും. അടുത്ത ചോദ്യം, മലബാർ കലാപം എന്ന പേരിൽ കൃതി രചിച്ചത് ആര്? മലബാർ കലാപം എന്ന പേരിൽ കൃതി രചിച്ചത് ആര്? ഉത്തരം, കെ മാധവൻ നായർ. കെ മാധവൻ നായർ. അടുത്ത ചോദ്യം, ഖിലാഫത്ത് സ്മരണകൾ എന്ന കൃതി രചിച്ചത് ആര്? ഖിലാഫത്ത് സ്മരണകൾ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം, എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമ. മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമ. ഉത്തരം, 1921. 1921. അടുത്ത ചോദ്യം, കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആര്? കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആര്? ഉത്തരം, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. അടുത്ത ചോദ്യം, മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാറിലെ കളക്ടർ.
മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാറിലെ കളക്ടർ? ഉത്തരം HV കനോലി. HV കനോലി. അടുത്ത ചോദ്യം, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും വലിയ ദുരന്തം ഏതാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും വലിയ ദുരന്തം? ഉത്തരം വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്ന തീയതി എന്ന്? വാഗൺ ട്രാജഡി നടന്ന തീയതി? ഉത്തരം 1921 നവംബർ 10. 1921 നവംബർ 10. അടുത്ത ചോദ്യം, തടവുകാരെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയ തടവുകാരെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത് ഏത് വാഗണിൽ? തടവുകാരെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയ വാഗൺ? ഉത്തരം MSLV 1711. MSLV 1711. അടുത്ത ചോദ്യം, വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതാണ്? വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതാണ്? ഉത്തരം കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർ സ്റ്റേഷൻ. കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർ സ്റ്റേഷൻ. അടുത്ത ചോദ്യം, വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആര്? വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആര്? ഉത്തരം TH ഹിച്ച്കോക്ക്. TH ഹിച്ച്കോക്ക്. അടുത്ത ചോദ്യം, വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം തിരൂർ. ഉത്തരം തിരൂർ. അടുത്ത ചോദ്യം, വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആര്? വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സുമിത് സർക്കാർ. ഉത്തരം സുമിത് സർക്കാർ. അടുത്ത ചോദ്യം, വാഗൺ ട്രാജഡി ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കാൻ നിയമിതനായ കമ്മീഷൻ? വാഗൺ ട്രാജഡി ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കാൻ നിയമിതമായ കമ്മീഷൻ? ഉത്തരം AR നേപ്പ് കമ്മീഷൻ. AR നേപ്പ് കമ്മീഷൻ. ശ്രീമൂലം തിരുനാൾ രാജാവ് തിരുവിതാംകൂറിൽ 1-ാം നായർ ആക്ട് പാസാക്കിയ വർഷം? ശ്രീമൂലം തിരുനാൾ രാജാവ് തിരുവിതാംകൂറിൽ 1-ാം നായർ ആക്ട് പാസാക്കിയ വർഷം? ഉത്തരം 1912. 1912. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ മൊക്കത്തായം നടപ്പാക്കിയത് ഏത് നിയമത്തിലൂടെയാണ്? തിരുവിതാംകൂറിൽ മൊക്കത്തായം നടപ്പിലാക്കിയത് ഏത് നിയമത്തിലൂടെ? ഉത്തരം 2-ാം നായർ ആക്ടിലൂടെ. 2-ാം നായർ ആക്ടിലൂടെ. അടുത്ത ചോദ്യം, 2-ാം നായർ ആക്ട് പാസാക്കിയത് ഏത് വർഷമാണ്? 2-ാം നായർ ആക്ട് പാസാക്കിയത് ഏത് വർഷം? ഉത്തരം 1925. 1925. അടുത്ത ചോദ്യം, 2-ാം നായർ ആക്ട് പാസാക്കുമ്പോൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആരായിരുന്നു? 2-ാം നായർ ആക്ട് പാസാക്കുമ്പോൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം സേതുലക്ഷ്മിഭായി. ഉത്തരം സേതുലക്ഷ്മിഭായി. അടുത്ത ചോദ്യം, അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹം ഏതാണ്? അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. ഉത്തരം വൈക്കം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച തീയതി? വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച തീയതി? ഉത്തരം 1924 മാർച്ച് 30. 1924 മാർച്ച് 30. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നത് ആര്? വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നത് ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാൾ. അടുത്ത ചോദ്യം, അയിത്തത്തിനെതിരായി 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ആര്?
അയിത്തത്തിനെതിരായി 1923 കാക്കിനിഡ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ഉത്തരം ടി.കെ. മാധവൻ. ഉത്തരം ടി.കെ. മാധവൻ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നയിച്ചത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നയിച്ചത് ആരാണ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. ഉത്തരം മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലെ സവർണ ജാഥ എവിടെ നിന്ന് എവിടേക്കായിരുന്നു? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലെ സവർണ ജാഥ എവിടെ നിന്ന് എവിടേക്കായിരുന്നു? ഉത്തരം വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക്. ഉത്തരം വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്. അടുത്ത ചോദ്യം, സവർണ ജാഥയുടെ അവസാനം നിവേദനം സമർപ്പിച്ചത് ആർക്ക്? സവർണ ജാഥയുടെ അവസാനം നിവേദനം സമർപ്പിച്ചത് ആർക്ക്? ഉത്തരം മഹാറാണി സേതുലക്ഷ്മി ഭായിക്ക്. മഹാറാണി സേതുലക്ഷ്മി ഭായിക്ക്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചത് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചത് ആരായിരുന്നു? ഉത്തരം ഗാന്ധിജി. ഉത്തരം ഗാന്ധിജി. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് രണ്ടാമതായി ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് രണ്ടാമതായി ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം? ഉത്തരം 1925. 1925. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? ഉത്തരം 603 ദിവസം. ഉത്തരം 603 ദിവസം. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം എത്തിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം എത്തിയത് ആരാണ്? ഉത്തരം വിനോബ ഭാവെ. ഉത്തരം വിനോബ ഭാവെ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ടി.കെ. മാധവൻ. ഉത്തരം ടി.കെ. മാധവൻ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ആരാണ്? ഉത്തരം ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഉത്തരം ഇ.വി. രാമസ്വാമി നായ്ക്കർ. അടുത്ത ചോദ്യം, ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ? ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ? ഉത്തരം വൈക്കത്ത്. ഉത്തരം വൈക്കത്ത്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠം? വൈക്കം സത്യാഗ്രഹാശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠം? ഉത്തരം വെല്ലൂർ മഠം. ഉത്തരം വെല്ലൂർ മഠം. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് എത്തിയവർ ആരാണ്? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് എത്തിയവർ ആരാണ്? ഉത്തരം അകാലികൾ. ഉത്തരം അകാലികൾ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവ്? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവ് ആര്? ഉത്തരം ലാല ലാൽ സിംഗ്. ഉത്തരം ലാല ലാൽ സിംഗ്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് ആര്? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് ആരൊക്കെ? ഉത്തരം എം.ഇ. നായിഡു, പെരുമാൾ മുരുകൻ എന്നിവർ. എം.ഇ. നായിഡു, പെരുമാൾ മുരുകൻ എന്നിവർ. അടുത്ത ചോദ്യം, ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആര്? ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആര്? ഉത്തരം എം.ഇ. നായിഡു. എം.ഇ. നായിഡു. അടുത്ത ചോദ്യം, ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം? ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം 1926. 1926. അടുത്ത ചോദ്യം, ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റി സെക്രട്ടറി ആരായിരുന്നു? ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റി സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം എം.ഇ. നായിഡു. എം.ഇ. നായിഡു.
അടുത്ത ചോദ്യം, ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം, ശുചീന്ദ്രത്തെ താണുമലയിലെ ക്ഷേത്രത്തിൽ നടക്കുന്ന ദുരാചാരങ്ങൾക്കെതിരെയും അവർണർക്ക് ക്ഷേത്രപ്രവേശനം നേടുന്നതിനു വേണ്ടിയും. ശുചീന്ദ്രത്തെ താണുമലയിലെ ക്ഷേത്രത്തിൽ നടക്കുന്ന ദുരാചാരങ്ങൾക്കെതിരെയും അവർണർക്ക് ക്ഷേത്രപ്രവേശനം നേടുന്നതിനു വേണ്ടിയും. അടുത്ത ചോദ്യം, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം? 1930. 1930. അടുത്ത ചോദ്യം, കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം? കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം? ഉത്തരം 32. ഉത്തരം 32. അടുത്ത ചോദ്യം, പാലക്കാട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? പാലക്കാട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം, ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. അടുത്ത ചോദ്യം, ബേപ്പൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ബേപ്പൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്. അടുത്ത ചോദ്യം, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന നേതാവ്? കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന നേതാവ് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പടയണി ഗാനം ഏതായിരുന്നു? കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പടയണി ഗാനം ഏതായിരുന്നു? ഉത്തരം, വരിക വരിക സഹചരേ. വരിക വരിക സഹചരേ. അടുത്ത ചോദ്യം, വരിക വരിക സഹചരേ എന്ന പടയണി ഗാനം രചിച്ചത് ആര്? വരിക വരിക സഹചരേ എന്ന പടയണി ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. അംശി നാരായണ പിള്ള. അടുത്ത ചോദ്യം, പയ്യന്നൂരിലെത്തിയ സത്യാഗ്രഹ സംഘത്തെ ആദ്യം അഭിസംബോധന ചെയ്തത് ആര്? പയ്യന്നൂരിലെത്തിയ സത്യാഗ്രഹ സംഘത്തെ ആദ്യം അഭിസംബോധന ചെയ്തത് ആര്? ഉത്തരം, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, കെ കേളപ്പൻ അറസ്റ്റ് വരിച്ച ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര്? കെ കേളപ്പൻ അറസ്റ്റ് വരിച്ച ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം, മൊയ്യാരത്ത് ശങ്കരൻ. ഉത്തരം, മൊയ്യാരത്ത് ശങ്കരൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം, മൊയ്യാരത്ത് ശങ്കരൻ. ഉത്തരം, മൊയ്യാരത്ത് ശങ്കരൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം, ഉളിയത്ത് കടവിൽ. ഉളിയത്ത് കടവിൽ. അടുത്ത ചോദ്യം, ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ബെല്ലാരി ജയിലിൽ അടയ്ക്കപ്പെട്ട് 43 ദിവസത്തെ നിരാഹാര സമരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി? ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ബെല്ലാരി ജയിലിൽ അടയ്ക്കപ്പെട്ട് 43 ദിവസത്തെ നിരാഹാര സമരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി? ഉത്തരം, പി.സി. കുഞ്ഞിരാമൻ അടിയോടി. പി.സി. കുഞ്ഞിരാമൻ അടിയോടി. അടുത്ത ചോദ്യം, രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം? രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം, പയ്യന്നൂർ. ഉത്തരം, പയ്യന്നൂർ. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന്? ഉത്തരം, 1931 നവംബർ 1. 1931 നവംബർ 1. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആര്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആര്? ഉത്തരം, കെ കേളപ്പൻ. ഉത്തരം, കെ കേളപ്പൻ. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം, AKG. ഉത്തരം, AKG. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി പ്രസിഡന്റ് ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം, മന്നത്ത് പത്മനാഭൻ. ഉത്തരം, മന്നത്ത് പത്മനാഭൻ.
അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി സെക്രട്ടറി ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം കെ കേളപ്പൻ. ഉത്തരം കെ കേളപ്പൻ. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരാണ്? ഉത്തരം കെ കേളപ്പൻ. ഉത്തരം കെ കേളപ്പൻ. അടുത്ത ചോദ്യം, ഗുരുവായൂരിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ച തീയതി? ഗുരുവായൂരിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ച തീയതി? ഉത്തരം സെപ്റ്റംബർ 25. സെപ്റ്റംബർ 25. അടുത്ത ചോദ്യം, കേരളത്തിൽ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടത്താൻ കാരണം? കേരളത്തിൽ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടത്താൻ കാരണം? ഉത്തരം ഗുരുവായൂർ സത്യാഗ്രഹം. ഉത്തരം ഗുരുവായൂർ സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആര്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആര്? ഉത്തരം പി കൃഷ്ണപിള്ള. ഉത്തരം പി കൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ചുകൊണ്ട് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ? ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ? ഉത്തരം വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രപ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം സുബ്രഹ്മണ്യം തിരുമുമ്പ്. ഉത്തരം സുബ്രഹ്മണ്യം തിരുമുമ്പ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് ആരെ? കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സുബ്രഹ്മണ്യം തിരുമുമ്പ്. ഉത്തരം സുബ്രഹ്മണ്യം തിരുമുമ്പ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? നിവർത്തന പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം തിരുവിതാംകൂർ നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗക്കാർക്ക് മതിയായ പ്രാതിനിധ്യം നൽകുക. തിരുവിതാംകൂർ നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗക്കാർക്ക് മതിയായ പ്രാതിനിധ്യം നൽകുക. അടുത്ത ചോദ്യം, നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് രൂപീകൃതമായ സംഘടന ഏതാണ്? നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് രൂപീകൃതമായ സംഘടന? ഉത്തരം സംയുക്ത രാഷ്ട്രീയ സമിതി. സംയുക്ത രാഷ്ട്രീയ സമിതി. അടുത്ത ചോദ്യം, നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് 1935 വിവാദമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് 1935 വിവാദമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? ഉത്തരം സി കേശവൻ. ഉത്തരം സി കേശവൻ. അടുത്ത ചോദ്യം, നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവ് ആര്? നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവ് ആര്? ഉത്തരം സി കേശവൻ. ഉത്തരം സി കേശവൻ. അടുത്ത ചോദ്യം, നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആര്? നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആര്? ഉത്തരം ഐ സി ചാക്കോ. ഉത്തരം ഐ സി ചാക്കോ. അടുത്ത ചോദ്യം, 1936 തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ഏത് പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ്? 1936 തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ഏത് പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ്? ഉത്തരം നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ജി ഡി നോക്സ്. ഉത്തരം ജി ഡി നോക്സ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത് ഏത് വർഷം? തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത് ഏതു വർഷം? ഉത്തരം 1956. 1956.
അടുത്ത ചോദ്യം, നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? ഉത്തരം കേരള കേസരി. ഉത്തരം കേരള കേസരി. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി ആരാണ്? കേരളത്തിൽ ആദ്യമായി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി ആരാണ്? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ. ശ്രീ ചിത്തിര തിരുനാൾ. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി എന്നാണ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി? ഉത്തരം 1936 നവംബർ 12. 1936 നവംബർ 12. അടുത്ത ചോദ്യം, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ടി കെ മാധവൻ. ഉത്തരം ടി കെ മാധവൻ. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന സമയത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്നത് ആരാണ്? ക്ഷേത്രപ്രവേശന സമയത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്നത് ആരാണ്? ഉത്തരം സി പി രാമസ്വാമി അയ്യർ. ഉത്തരം സി പി രാമസ്വാമി അയ്യർ. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ പ്രശസ്ത കവി ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ പ്രശസ്ത കവി ആരാണ്? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ഉത്തരം ഗാന്ധിജി. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ രക്തരഹിതവും അക്രമരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ രക്തരഹിതവും അക്രമരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരി. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ള. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ള. അടുത്ത ചോദ്യം, യാചനായാത്ര നടന്ന വർഷം? യാചനായാത്ര നടന്ന വർഷം 1931. 1931. അടുത്ത ചോദ്യം, യാചനായാത്രയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? യാചനായാത്രയ്ക്ക് നേതൃത്വം കൊടുത്തത് വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാട്. യാചനയാത്ര നടത്തിയത് എവിടെ മുതൽ എവിടെ വരെയാണ്? യാചനയാത്ര നടത്തിയത് എവിടെ മുതൽ എവിടെ വരെ? ഉത്തരം തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ. തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ. അടുത്ത ചോദ്യം, യാചനയാത്ര എത്ര ദിവസം നീണ്ടുനിന്നു? യാചനയാത്ര എത്ര ദിവസം നീണ്ടുനിന്നു? ഉത്തരം 7 ദിവസം. ഉത്തരം 7 ദിവസം. അടുത്ത ചോദ്യം, പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം എ കെ ജി. ഉത്തരം എ കെ ജി. അടുത്ത ചോദ്യം, എ കെ ജിയുടെ നേതൃത്വത്തിൽ 1936 നടത്തിയ പട്ടിണി ജാഥയുടെ ലക്ഷ്യം എന്തായിരുന്നു? എ കെ ജിയുടെ നേതൃത്വത്തിൽ 1936 നടത്തിയ പട്ടിണി ജാഥയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം മലബാറിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. മലബാറിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. അടുത്ത ചോദ്യം, പട്ടിണി ജാഥ എവിടെ നിന്നും എവിടേക്കായിരുന്നു? പട്ടിണി ജാഥ എവിടെ നിന്നും എവിടേക്കായിരുന്നു? ഉത്തരം കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക്. ഉത്തരം കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക്. അടുത്ത ചോദ്യം, പട്ടിണി ജാഥയിൽ എത്ര പേർ പങ്കെടുത്തു? പട്ടിണി ജാഥയിൽ എത്ര പേർ പങ്കെടുത്തു? ഉത്തരം 32 പേർ. ഉത്തരം 32 പേർ. അടുത്ത ചോദ്യം, കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനു വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ്? കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനു വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ്? ഉത്തരം വൈദ്യുതി പ്രക്ഷോഭം. വൈദ്യുതി പ്രക്ഷോഭം.
വിദ്യുച്ഛക്തി സമരം, ഇലക്ട്രിസിറ്റി സമരം എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. വിദ്യുച്ഛക്തി സമരം, ഇലക്ട്രിസിറ്റി സമരം എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, 1936 വിദ്യുച്ഛക്തി സമരത്തിന് കാരണക്കാരനായ ദിവാൻ ആരാണ്? 1936 വിദ്യുച്ഛക്തി സമരത്തിന് കാരണക്കാരനായ ദിവാൻ ആരാണ്? ഉത്തരം ആർ കെ ഷൺമുഖം ചെട്ടി. ആർ കെ ഷൺമുഖം ചെട്ടി. അടുത്ത ചോദ്യം, 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെയാണ്? 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെ? ഉത്തരം തൃശ്ശൂരിൽ. ഉത്തരം തൃശ്ശൂരിൽ. അടുത്ത ചോദ്യം, 1936 ഇലക്ട്രിസിറ്റി സമരത്തിന്റെ പ്രധാന നേതാവ് ആര്? 1936 ഇലക്ട്രിസിറ്റി സമരത്തിന്റെ പ്രധാന നേതാവ് ഡോക്ടർ എ ആർ മേനോൻ. ഡോക്ടർ എ ആർ മേനോൻ. അടുത്ത ചോദ്യം, കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം ഏത്? കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം ഏത്? ഉത്തരം 1938. 1938. അടുത്ത ചോദ്യം, കല്ലറ പാങ്ങോട് സമരത്തിന്റെ നേതാവ് ആര്? കല്ലറ പാങ്ങോട് സമരത്തിന്റെ നേതാവ് ആര്? ഉത്തരം കൊച്ചാപ്പി പിള്ള. ഉത്തരം കൊച്ചാപ്പി പിള്ള. അടുത്ത ചോദ്യം, കല്ലറ പാങ്ങോട് സമരത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? കല്ലറ പാങ്ങോട് സമരത്തിന്റെ ഉദ്ദേശം ഉത്തരം ജന്മിത്വത്തിനെതിരെ കേരളത്തിൽ സംഘടിപ്പിച്ച സമരം. ജന്മിത്വത്തിനെതിരെ കേരളത്തിൽ സംഘടിപ്പിച്ച സമരം. അടുത്ത ചോദ്യം, കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന വർഷം ഏതാണ്? കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1938. 1938. അടുത്ത ചോദ്യം, കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആര്? കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഫ്രാങ്കോ രാഘവൻ പിള്ള. ഫ്രാങ്കോ രാഘവൻ പിള്ള. അടുത്ത ചോദ്യം, കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് ആര്? കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം രാഘവൻ പിള്ള. ഉത്തരം രാഘവൻ പിള്ള. അടുത്ത ചോദ്യം, കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന ജില്ല. കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന ജില്ല ഉത്തരം കൊല്ലം. ഉത്തരം കൊല്ലം. അടുത്ത ചോദ്യം, ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ പ്രധാന ലക്ഷ്യം ഉത്തരം ഇലക്ഷനിലൂടെ തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണം കൊണ്ടുവരിക. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം ഇലക്ഷനിലൂടെ തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം കൊണ്ടുവരിക. ഇലക്ഷനിലൂടെ തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം കൊണ്ടുവരിക. അടുത്ത ചോദ്യം, ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് അക്കാമ ചെറിയാൻ നയിച്ച സമരം ഏതാണ്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് അക്കാമ ചെറിയാൻ നയിച്ച സമരം ഏതാണ്? ഉത്തരം രാജധാനി മാർച്ച്. ഉത്തരം രാജധാനി മാർച്ച്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ചത് എന്ന്? തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ചത് എന്ന്? ഉത്തരം 1939 ഫെബ്രുവരി 13. 1939 ഫെബ്രുവരി 13. അടുത്ത ചോദ്യം, തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലുള്ള പ്രതിമ ആരുടേതാണ്? തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലുള്ള പ്രതിമ ആരുടേതാണ്? ഉത്തരം അക്കാമ ചെറിയാൻ. ഉത്തരം അക്കാമ ചെറിയാൻ. അടുത്ത ചോദ്യം, ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരെ ആക്രമിക്കാൻ ശ്രമിച്ച സോഷ്യലിസ്റ്റ് നേതാവ് ആര്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരെ ആക്രമിക്കാൻ ശ്രമിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗം ആര്? ഉത്തരം KCS മണി. KCS മണി. അടുത്ത ചോദ്യം, CP രാമസ്വാമി അയ്യർക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായത് ആര്? CP രാമസ്വാമി അയ്യർക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായത് PGN ഉണ്ണിത്താൻ. PGN ഉണ്ണിത്താൻ. PGN ഉണ്ണിത്താൻ. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള. പട്ടം താണുപിള്ള. മൊറാഴ സമരം നടന്ന വർഷം ഏതാണ്? മൊറാഴ സമരം നടന്ന വർഷം ഉത്തരം 1940. 1940. അടുത്ത ചോദ്യം, മൊറാഴ സമരത്തോട് അനുബന്ധിച്ച് മലബാറിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിച്ചത് എന്നാണ്?
മൊറാഴ സമരത്തോടനുബന്ധിച്ച് മലബാറിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിച്ചത് എന്നാണ്? ഉത്തരം 1940 സെപ്റ്റംബർ 15. 1940 സെപ്റ്റംബർ 15. അടുത്ത ചോദ്യം, മൊറാഴ സമരത്തിന്റെ നേതാവ് ആരാണ്? മൊറാഴ സമരത്തിന്റെ നേതാവ് ആരാണ്? ഉത്തരം KPR ഗോപാലൻ. KPR ഗോപാലൻ. അടുത്ത ചോദ്യം, മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് ശിക്ഷ ഇളവ് ചെയ്തു കിട്ടുകയും ചെയ്ത സമര നേതാവ് ആരാണ്? മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടുകയും ചെയ്ത സമര നേതാവ് ആരാണ്? ഉത്തരം KPR ഗോപാലൻ. KPR ഗോപാലൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം ഏതാണ്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം ഏതാണ്? ഉത്തരം മൊറാഴ സമരം. ഉത്തരം മൊറാഴ സമരം. അടുത്ത ചോദ്യം, കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? കയ്യൂർ സമരം നടന്ന വർഷം? ഉത്തരം 1941. 1941. അടുത്ത ചോദ്യം, കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ പ്രായപൂർത്തിയാകാത്തതിനെ തുടർന്ന് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ദുർഗുണ പാഠശാലയിലേക്ക് അയച്ചത് ആരെയാണ്? കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ പ്രായപൂർത്തിയാകാത്തതിനെ തുടർന്ന് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ദുർഗുണ പാഠശാലയിലേക്ക് അയച്ചത് ആരെയാണ്? ഉത്തരം ചൂരിക്കാടൻ കൃഷ്ണൻ നായർ. ചൂരിക്കാടൻ കൃഷ്ണൻ നായർ. അടുത്ത ചോദ്യം, കയ്യൂർ സമരം നടന്ന നദീതീരം ഏതാണ്? കയ്യൂർ സമരം നടന്ന നദീതീരം ഏതാണ്? കയ്യൂർ സമരം നടന്ന നദീതീരം ഏതാണ്? ഉത്തരം കരിയങ്കോട് നദീതീരം. കരിയങ്കോട് നദീതീരം. അടുത്ത ചോദ്യം, കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് സമരക്കാരുടെ ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ ആരാണ്? കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് സമരക്കാരുടെ ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ? ഉത്തരം സുബ്ബരായൻ. ഉത്തരം സുബ്ബരായൻ. അടുത്ത ചോദ്യം, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണ്? കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണ്? ഉത്തരം മീനമാസത്തിലെ സൂര്യൻ. മീനമാസത്തിലെ സൂര്യൻ. അടുത്ത ചോദ്യം, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് ആര്? കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് ആര്? ഉത്തരം നിരഞ്ജന. ഉത്തരം നിരഞ്ജന. അടുത്ത ചോദ്യം, കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം കാസർഗോഡ്. ഉത്തരം കാസർഗോഡ്. അടുത്ത ചോദ്യം, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി കയ്യൂർ സമരചരിത്രം എന്ന കൃതി രചിച്ചത് ആരാണ്? കയ്യൂർ സമരത്തെ ആസ്പദമാക്കി കയ്യൂർ സമരചരിത്രം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം VV കുഞ്ഞമ്പു. ഉത്തരം VV കുഞ്ഞമ്പു. അടുത്ത ചോദ്യം, മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് AV കുഞ്ഞമ്പു രചിച്ച കൃതി ഏതാണ്? മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് AV കുഞ്ഞമ്പു രചിച്ച കൃതി ഏതാണ്? ഉത്തരം കയ്യൂരും കരിവെള്ളൂരും. ഉത്തരം കയ്യൂരും കരിവെള്ളൂരും. അടുത്ത ചോദ്യം, കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുൻ കേരള മുഖ്യമന്ത്രി ആരാണ്? കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുൻ കേരള മുഖ്യമന്ത്രി? ഉത്തരം EK നായനാർ. EK നായനാർ. അടുത്ത ചോദ്യം, 1941 കയ്യൂർ സമരം നടന്നത് ഏത് ജില്ലയിലാണ്? 1941 കയ്യൂർ സമരം നടന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ് ജില്ലയിൽ. കാസർഗോഡ് ജില്ലയിൽ. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ. അടുത്ത ചോദ്യം, ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ 1942 കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്?
ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ 1942 കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ചോദ്യം, കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ആരാണ്? കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഡോക്ടർ കെ ബി മേനോൻ. ഉത്തരം ഡോക്ടർ കെ ബി മേനോൻ. അടുത്ത ചോദ്യം, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കെ ബി മേനോൻ പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രിക ഏതാണ്? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കെ ബി മേനോൻ പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രിക ഏതാണ്? ഉത്തരം സ്വതന്ത്ര ഭാരതം. സ്വതന്ത്ര ഭാരതം. അടുത്ത ചോദ്യം, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന കൃതി രചിച്ച വ്യക്തി ആരാണ്? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം വി എ കേശവൻ നായർ. വി എ കേശവൻ നായർ. അടുത്ത ചോദ്യം, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് കത്ത് ലഭിച്ചത് ആർക്ക്? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് കത്ത് ലഭിച്ചത് ആർക്ക്? ഉത്തരം ഡോക്ടർ കെ ബി മേനോന്. ഡോക്ടർ കെ ബി മേനോന്. അടുത്ത ചോദ്യം, കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം ഏതാണ്? കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം. ഉത്തരം വന്ദേ മാതരം. ഉത്തരം വന്ദേ മാതരം. അടുത്ത ചോദ്യം, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. ഉത്തരം 1946. 1946. അടുത്ത ചോദ്യം, വയലാർ സ്റ്റാൻലിൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? വയലാർ സ്റ്റാൻലിൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സി കെ കുമാരപ്പണിക്കർ. സി കെ കുമാരപ്പണിക്കരെയാണ് വയലാർ സ്റ്റാൻലിൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിന്റെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിന്റെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അടുത്ത ചോദ്യം, പുന്നപ്ര വയലാർ പ്രക്ഷോഭം നടന്ന ജില്ല ഏതാണ്? പുന്നപ്ര വയലാർ പ്രക്ഷോഭം നടന്ന ജില്ല. ഉത്തരം ആലപ്പുഴ. ഉത്തരം ആലപ്പുഴ. അടുത്ത ചോദ്യം, തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് ഏത് സമരത്തെയാണ്? തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരത്തെയാണ് തുലാം 10 സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രി ആര്? പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രി ആര്? ഉത്തരം വി എസ് അച്യുതാനന്ദൻ. ഉത്തരം വി എസ് അച്യുതാനന്ദൻ. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ അയിത്തോച്ചാടനത്തിനെതിരെ നടന്ന ആദ്യ സമരം ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ അയിത്തോച്ചാടനത്തിനെതിരെ നടന്ന ആദ്യ സമരം ഏതാണ്? ഉത്തരം പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, പാലിയം സത്യാഗ്രഹം നടന്ന വർഷം. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം. ഉത്തരം 1947. ഉത്തരം 1947. അടുത്ത ചോദ്യം, പാലിയം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? പാലിയം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം ചേന്നമംഗലത്ത് പാലിയത്തച്ഛന്റെ വീടിന് മുന്നിലൂടെയുള്ള പൊതുനിരത്തിൽ കൂടി അവർണർക്കും അഹിന്ദുക്കൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ചേന്നമംഗലത്ത് പാലിയത്തച്ഛന്റെ വീടിന് മുന്നിലൂടെയുള്ള പൊതുനിരത്തിൽ കൂടി അവർണർക്കും അഹിന്ദുക്കൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്നതായിരുന്നു പാലിയം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. അടുത്ത ചോദ്യം, പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആര്? പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവൻ. സി കേശവനാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം, പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എ ജി വേലായുധൻ. ഉത്തരം എ ജി വേലായുധൻ. അടുത്ത ചോദ്യം, പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചത് ആരാണ്? പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചത് ആരാണ്? ഉത്തരം കെ കെ കൗസല്യ. ഉത്തരം കെ കെ കൗസല്യ. അടുത്ത ചോദ്യം, പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്?
പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? ഉത്തരം ചിറക്കൽ കോവിലകത്തെ രമതമ്പുരാട്ടി. ചിറക്കൽ കോവിലകത്തെ രമതമ്പുരാട്ടി. അടുത്ത ചോദ്യം, പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന സംഘടനകൾ ഏതൊക്കെ? പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന സംഘടനകൾ ഏതൊക്കെ? ഉത്തരം SNDP യോഗം, പുലയ മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. SNDP യോഗം, പുലയ മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം മയ്യഴി ആരുടെ അധീനതയിലായിരുന്നു? സ്വാതന്ത്ര്യാനന്തരം മയ്യഴി അഥവാ മാഹി ആരുടെ അധീനതയിലായിരുന്നു? ഉത്തരം ഫ്രാൻസിന്റെ അധീനതയിലായിരുന്നു മയ്യഴി. ഫ്രാൻസിന്റെ അധീനതയിലായിരുന്നു മയ്യഴി. അടുത്ത ചോദ്യം, മയ്യഴിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം ഏതു പേരിൽ അറിയപ്പെടുന്നു? മയ്യഴിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മയ്യഴി വിമോചന സമരം. മയ്യഴി വിമോചന സമരം. അടുത്ത ചോദ്യം, മയ്യഴി വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? മയ്യഴി വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? ഉത്തരം മയ്യഴി മഹാജനസഭ. ഉത്തരം മയ്യഴി മഹാജനസഭ. അടുത്ത ചോദ്യം, മയ്യഴി മഹാജനസഭ രൂപം കൊണ്ട വർഷം? മയ്യഴി മഹാജനസഭ രൂപം കൊണ്ട വർഷം 1938. 1938. അടുത്ത ചോദ്യം, മയ്യഴി വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തത് ആര്? മയ്യഴി വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി? ഉത്തരം IK കുമാരൻ മാസ്റ്റർ. IK കുമാരൻ മാസ്റ്റർ. അടുത്ത ചോദ്യം, മയ്യഴി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? മയ്യഴി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം IK കുമാരൻ മാസ്റ്റർ. IK കുമാരൻ മാസ്റ്ററെയാണ് മയ്യഴി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഫ്രഞ്ചുകാർ മാഹിയിൽ നിന്നും അധികാരമൊഴിഞ്ഞ തീയതി? ഫ്രഞ്ചുകാർ മാഹിയിൽ നിന്നും അധികാരമൊഴിഞ്ഞ തീയതി? ഉത്തരം 1954 ജൂലൈ 16. 1954 ജൂലൈ 16. അടുത്ത ചോദ്യം, കരിവെള്ളൂർ സമരം നടന്ന വർഷം? കരിവെള്ളൂർ സമരം നടന്ന വർഷം? ഉത്തരം 1946. ഉത്തരം 1946. അടുത്ത ചോദ്യം, കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത് ആരെ? ഉത്തരം K ദേവയാനി. ഉത്തരം K ദേവയാനി. അടുത്ത ചോദ്യം, പൂഴ്ത്തിവയ്പ്പിനും കരിഞ്ചന്തയ്ക്കുമെതിരെ കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ആദ്യ സമരം ഏതാണ്? പൂഴ്ത്തിവയ്പ്പിനും കരിഞ്ചന്തയ്ക്കുമെതിരെ കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ആദ്യ സമരം ഏതാണ്? ഉത്തരം കരിവെള്ളൂർ സമരം. ഉത്തരം കരിവെള്ളൂർ സമരം. അടുത്ത ചോദ്യം, ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം K ദേവയാനി. ഉത്തരം K ദേവയാനി. അടുത്ത ചോദ്യം, കരിവെള്ളൂർ ഏത് ജില്ലയിലാണ്? കരിവെള്ളൂർ ഏത് ജില്ലയിലാണ്? ഉത്തരം കണ്ണൂരിൽ. കണ്ണൂരിലാണ് കരിവെള്ളൂർ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കുട്ടൻകുളം സമരം നടന്ന വർഷം? കുട്ടൻകുളം സമരം നടന്ന വർഷം 1946. ഉത്തരം 1946. ഉത്തരം 1946. അടുത്ത ചോദ്യം, കുട്ടൻകുളം സമരത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? കുട്ടൻകുളം സമരത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം തൃശൂരിലെ കൂടൽമാണിക്യ ക്ഷേത്ര നിരത്തുകളിൽ കൂടി എല്ലാ ഹിന്ദുക്കൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നതായിരുന്നു കുട്ടൻകുളം സമരത്തിന്റെ ലക്ഷ്യം. തൃശൂരിലെ കൂടൽമാണിക്യ ക്ഷേത്ര നിരത്തുകളിൽ കൂടി എല്ലാ ഹിന്ദുക്കൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുക എന്നതായിരുന്നു കുട്ടൻകുളം സമരത്തിന്റെ ലക്ഷ്യം. അടുത്ത ചോദ്യം, കുട്ടൻകുളം സമരത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? കുട്ടൻകുളം സമരത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ഉത്തരം കാട്ടുപറമ്പൻ. ഉത്തരം കാട്ടുപറമ്പൻ. അടുത്ത ചോദ്യം, തോൽവിറക് സമരം നടന്ന വർഷം ഏതാണ്? തോൽവിറക് സമരം നടന്ന വർഷം? തോൽവിറക് സമരം നടന്ന വർഷം 1946. 1946. അടുത്ത ചോദ്യം,
തോൽവിറക് സമരം നടന്ന സ്ഥലം ഏതാണ്? തോൽവിറക് സമരം നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം കാസർഗോഡ് ജില്ലയിലെ ചീമേനി. കാസർഗോഡ് ജില്ലയിലെ ചീമേനി. അടുത്ത ചോദ്യം, തോൽവിറക് സമരനായിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? തോൽവിറക് സമരനായിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കാർത്തിയായനി. ഉത്തരം കാർത്തിയായനി. അടുത്ത ചോദ്യം, കൂത്താളി സമരം നടന്ന ജില്ല ഏതാണ്? കൂത്താളി സമരം നടന്ന ജില്ല. ഉത്തരം കോഴിക്കോട് ജില്ല. ഉത്തരം കോഴിക്കോട് ജില്ല. അടുത്ത ചോദ്യം, കൂത്താളി സമരത്തിന്റെ കാരണം എന്തായിരുന്നു? കൂത്താളി സമരത്തിന്റെ കാരണം എന്തായിരുന്നു? ഉത്തരം കൂത്താളി എസ്റ്റേറ്റിലെ കർഷകരുടെ ഭൂമി കളക്ടർ പാട്ടത്തിന് എടുത്തതായിരുന്നു കൂത്താളി സമരത്തിന് കാരണം. കൂത്താളി എസ്റ്റേറ്റിലെ കർഷകരുടെ ഭൂമി കളക്ടർ പാട്ടത്തിന് എടുത്തതായിരുന്നു കൂത്താളി സമരത്തിനുള്ള കാരണം. കൂത്താളി സമരത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? കൂത്താളി സമരത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം ചത്താലും ചെത്തും കൂത്താളി. ചത്താലും ചെത്തും കൂത്താളി.